ഹായ് ഓൾ, IIT ജാം കെമിസ്ട്രിയുടെ റീക്യാപ്പ് സീരീസ് ആണിത്. ഇവിടെ IIT ജാം സിലബസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ അയണിക് ഇക്വിലിബ്രിയത്തിലെ ഹെൻഡേഴ്സൺ എസൽബാക്ക് ഇക്വേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ധാരാളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫർദർ അപ്ഡേറ്റ്സിനുമായിട്ടും ലെക്ചർ നോട്ടിനുമായിട്ട് ഞങ്ങളുടെ ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അസിഡിക് ബഫർ സൊല്യൂഷൻ്റെ pH കാണാനുള്ള ഇക്വേഷൻ ആണ് ഹെൻഡേഴ്സൺ എസൽബാക്ക് ഇക്വേഷൻ. അതുപോലെ തന്നെ ബേസിക് ബഫർ സൊല്യൂഷൻ്റെ POH നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഹെൻഡേഴ്സൺ എസൽബാക്ക് ഇക്വേഷനിലേക്ക് എത്തുന്ന ഒരു ചെറിയ ഡെറിവേഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് അസിഡിക് ബഫറിനെ കൺസിഡർ ചെയ്യാം. അസിഡിക് ബഫർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വീക്ക് ആസിഡിൻ്റെ കമ്പോണൻ്റ് അവിടെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വീക്ക് ആസിഡിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡിസോസിയേഷനാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. HA എന്നുള്ള ഒരു വീക്ക് ആസിഡാണ്, അത് ഡിസോസിയേറ്റ് ചെയ്യാണ്, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഡിസോസിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ H+ ആയിട്ടും A- ആയിട്ടുമാണല്ലോ അത് ഡിസോസിയേറ്റ് ചെയ്യുക. അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാമല്ലോ. അതിനെ നമുക്ക് Ka എന്നാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള Ka ആയിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരും? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡഡ് ബൈ HA കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതാണ് നമ്മളുടെ Kയുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് pH അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. pH എന്ന് പറഞ്ഞാൽ -log H+ അല്ലേ. നമുക്ക് ഈ ഇക്വേഷനെ H+ൻ്റെ ടേംസിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അതെങ്ങനെ വരും? H+ concentration is equal to Ka into concentration of HA divided by concentration of A-. സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ വരേണ്ടത് എങ്ങനെയാണ്? pHൻ്റെ ഇക്വേഷൻ ആയിട്ടാണ് എഴുതേണ്ടത്. pH എന്ന് പറഞ്ഞാൽ എന്താണ്? -log H+ കോൺസെൻട്രേഷൻ അല്ലേ, ആണല്ലോ. അപ്പം നമുക്ക് ഓൾറെഡി pHൻ്റെ ഇക്വേഷനിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. ഇനി നമുക്ക് -logൻ്റെ ടേമിൽ വേണമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ മൊത്തത്തിൽ ലോഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗിൻ്റെ ടേമിലേക്ക് ഈ ഇക്വേഷനെ മാറ്റാം. അപ്പോൾ അങ്ങനെ വരും log H+ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു log Ka പ്ലസ് log HA കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ A- കോൺസെൻട്രേഷൻ ആണല്ലോ. ഇങ്ങനെയാണല്ലോ മാറുക. ഇനി നമുക്ക് എന്താ വേണ്ടത്? മൈനസ് കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം. -log H+ എന്ന് വരും ഇവിടെ. പിന്നെ എന്ത് വരും? -log K എന്ന് വരും. -log HA കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ A- കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ മാറുന്നത്. ഇതിൽ നിന്ന് നമുക്ക് pHലേക്ക് മാറാലോ. അതായത് നമ്മളുടെ pH നമ്മൾ ഓൾറെഡി പറഞ്ഞു, pH ഇസ് ഈക്വൽ ടു -log H+ കോൺസെൻട്രേഷൻ ആണ്. അതുപോലെ pKa എന്ത് വരും? -log Kയുടെ വാല്യൂ ആണ് pKa വരിക. സോ ഈ വാല്യൂസ് നമ്മളുടെ നേരത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളുടെ ഫൈനൽ ഫോം ഓഫ് ഇക്വേഷൻ എങ്ങനെ വരും? pH ഇസ് ഈക്വൽ ടു pKa പ്ലസ് log A- കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ HA കോൺസെൻട്രേഷൻ എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു ജനറലൈസ്ഡ് ഫോമിലേക്ക് എങ്ങനെ വരുത്താം? pH ഇസ് ഈക്വൽ ടു pKa പ്ലസ് log സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആസിഡ് കോൺസെൻട്രേഷൻ എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ ഹെൻഡേഴ്സൺ എസൽബാക്ക് ഇക്വേഷൻ്റെ ജനറലൈസ്ഡ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് pH കാണാനുള്ള ഇക്വേഷൻ. അവിടെ നമുക്ക് ബേസിക് ബഫറോ അല്ലെങ്കിൽ അസിഡിക് ബഫറോ ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അവിടെ pKa തന്നിട്ടുണ്ടായിരിക്കും, ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടായിരിക്കും, സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടുന്ന് ഈസി ആയിട്ട് pH കാണാൻ പറ്റും. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ബേസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എങ്ങനെ വരും? POH ആണല്ലോ അവിടെ വരിക. POH ഇസ് ഈക്വൽ ടു PKB വരും. PKB പ്ലസ് log സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ബേസിൻ്റെ കോൺസെൻട്രേഷൻ. ഈ ഒരു വ്യത്യാസം മാത്രമേ അവിടെ ബേസിക് ബഫർ ആണെങ്കിൽ വരുള്ളൂ. ക്ലിയർ ആണല്ലോ.
ഇത് രണ്ടുമാണ് നമ്മളുടെ ഹെൻഡേഴ്സൺ എസൽബാക്ക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമുല. ഇവിടെ അസിഡിക് ബഫർ ആകുമ്പോഴും ബേസിക് ബഫർ ആകുമ്പോൾ ഇക്വേഷനിലുള്ള 2 ചേഞ്ച് ഉണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പി എച്ച് ഓഫ് എ 1 × 10⁻³ molar solution of a weak acid is 4. The acid dissociation constant Ka is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു വീക്ക് ആസിഡിൻ്റെ കെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇക്വിലിബ്രിയം നോക്കാമല്ലോ. HA എന്നുള്ള ആസിഡ് അവിടെ ഡിസോസിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവിടെ H+ഉം A- ഉണ്ടാവും ആണല്ലോ. അപ്പോൾ നമുക്കതൊരു ഇനീഷ്യൽ കണ്ടീഷനിൽ C കോൺസെൻട്രേഷൻ HA ഉണ്ടാവുകയാണെങ്കിൽ അവിടെ H+ഉം A- ഇനീഷ്യലി 0 ആയിരിക്കുമല്ലോ. ആഫ്റ്റർ എ ടൈം അവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന H+ൻ്റെ കോൺസെൻട്രേഷനും A- കോൺസെൻട്രേഷനും എന്തായിരിക്കും? അവിടെ വീക്ക് ആസിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും. അപ്പോൾ C × ആൽഫ ആയിരിക്കുമല്ലോ അവിടെ H+ൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അതുപോലെ A- കോൺസെൻട്രേഷനും C × ആൽഫ ആയിരിക്കില്ലേ. അതുപോലെ HAയുടെ കോൺസെൻട്രേഷൻ എങ്ങനെ മാറും? C- C ആൽഫ ആയിട്ടല്ലേ മാറുക ആണല്ലോ. അതായത് എന്താണ്? C × 1 - ആൽഫ അല്ലേ. അപ്പോൾ നമുക്കവിടെ കെയുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? K = H+ കോൺസെൻട്രേഷൻ × A- കോൺസെൻട്രേഷൻ അല്ലേ, ഡിവൈഡഡ് ബൈ HA കോൺസെൻട്രേഷൻ അല്ലേ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ C ആൽഫ × C ആൽഫ ഡിവൈഡഡ് ബൈ C × 1 - ആൽഫ ഇങ്ങനെയല്ലേ. അപ്പോൾ C² α² ഡിവൈഡഡ് ബൈ C × 1 - ആൽഫ. അതെങ്ങനെ വരും? Ka = C α² ഡിവൈഡഡ് ബൈ 1 - ആൽഫ. ഇതാണ് നമ്മളുടെ കെയുടെ ഇക്വേഷൻ. അതിൽ നമുക്ക് C എന്താണെന്ന് അറിയണം, ആൽഫ എന്താണെന്ന് അറിയണം. ഓക്കെ, അത് ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്തണമല്ലോ. സോ നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടല്ലോ. 1 × 10⁻³ മോളാർ സൊല്യൂഷൻ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ pHഉം തന്നിട്ടുണ്ട്. ഓക്കെ, 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. കോൺസെൻട്രേഷൻ നമുക്കിവിടെ C എന്താണ് തന്നിരിക്കുന്നത്? 1 × 10⁻³ മോളാർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സൊല്യൂഷൻ്റെ pHഉം തന്നിട്ടുണ്ട്. pH 4 ആണ്. അപ്പോൾ pH എന്ന് പറഞ്ഞാൽ എന്താണ്? -log കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ നമുക്ക് എത്ര കിട്ടും? 10⁻⁴ മോളാർ എന്ന് കിട്ടില്ലേ അല്ലേ. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് H+ നമുക്ക് നമ്മളുടെ ഇക്വേഷനിൽ എന്താണ്? C ആൽഫ അല്ലേ. ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് H+ C ആൽഫ ആയിട്ടല്ലേ വരിക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സിയുടെ വാല്യൂ അറിയാലോ. 1 × 10⁻³ എന്നറിയാം. H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁴ എന്നറിയാം. അപ്പോൾ നമുക്ക് ആൽഫ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡഡ് ബൈ C എന്ന് ചെയ്താൽ പോരെ. അതായത് 10⁻⁴ ഡിവൈഡഡ് ബൈ 10⁻³ ചെയ്താൽ പോരെ. അപ്പോൾ നമ്മളുടെ ആൽഫയുടെ വാല്യൂ 0.1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കെയെ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? C അറിയാം, 1 × 10⁻³ ആണല്ലോ. C α² അല്ലേ, 0.1² കിട്ടിയല്ലോ. പിന്നെന്താ അവിടെ ഉള്ളത്? പിന്നെ 1 - ആൽഫ അല്ലേ, 1 - 0.1 ചെയ്താൽ മതി. അപ്പോൾ ഇത് മൊത്തം ചെയ്യുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ ഫൈനലായിട്ട് 1 × 10⁻⁵ എന്ന് കിട്ടും. അത് നമ്മുടെ ഓപ്ഷനിൽ C ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The pK values of H3PO4 are 2.12, 7.21 and 12.67. The pH of phosphate buffer containing 0.2 molar NaH2PO4 and 0.1 molar of Na2HPO4 is. അപ്പോൾ നമ്മളോട് ബഫർ സൊല്യൂഷൻ്റെ pH ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഹെൻഡേഴ്സൺ എസൽബാക്ക് ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ H3PO4ൻ്റെ 3 pKa വാല്യൂസ് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് കോൺസെൻട്രേഷൻ ആസിഡിൻ്റെയും തന്നിട്ടുണ്ട്, സോൾട്ടിൻ്റെയും തന്നിട്ടുണ്ട്. ഇവിടെ ആകെ വരുന്ന കൺഫ്യൂഷൻ എന്താണ്? H3PO4ൻ്റെ ഏത് pKa വാല്യൂ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ആകെ വരുന്നൊരു കൺഫ്യൂഷൻ. നമുക്കിവിടെ തന്നിരിക്കുന്ന സോൾട്ട് ഏതാണ്? Na2HPO4 അല്ലേ. അത് ഡിസോസിയേറ്റ് ചെയ്താൽ എങ്ങനെയാണ് വരിക? ഇവിടെ Na+ 2
അയോൺസ് ഉണ്ട്. അപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത പോലെ 2Na+ ആയിട്ട് പോലെ ബാക്കി വരുന്ന എന്താണ് HPO4 2- പ്ലസ് 2Na+ഉം അല്ലേ. അപ്പം നമ്മളുടെ സൊല്യൂഷനിൽ ഉണ്ടാവുന്ന സ്പീഷി എന്ന് പറഞ്ഞാൽ HPO4 2- അല്ലേ. അപ്പോൾ നമുക്കിനി H3PO4ൻ്റെ ഡിസോസിയേഷനും കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ എങ്ങനെ വരും H3PO4 അല്ലേ. അതിൽ നിന്നൊരു H+ റിലീസ് ചെയ്യുകയാണെങ്കിൽ H2PO4- പ്ലസ് H+ ആണല്ലോ. അതിൽ നിന്ന് ഒരു H+നെയും കൂടി റിലീസ് ചെയ്താൽ എങ്ങനെ വരും HPO4 2- പ്ലസ് H+ ആണല്ലോ. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സൊല്യൂഷനിൽ സിമിലർ ആയിട്ടുള്ള അയോൺസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ഡിസോസിയേഷൻ വേണ്ടേ. അപ്പോൾ അങ്ങനെ 2 ഡിസോസിയേഷൻ വേണമെങ്കിൽ ആദ്യം ഇവിടെ ഒരു Ka കഴിയണ്ടേ, പിന്നെ Ka1 കഴിയണം, അതുപോലെ Ka2 കഴിയണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിസോസിയേഷനിലാണ് നമുക്ക് വേണ്ട അയൺസ് സൊല്യൂഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട pKa വാല്യൂ എന്താണ് 7.21 എന്നുള്ള വാല്യൂ ആണ് നമ്മളുടെ ഈ ഇക്വേഷനിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെൻഡേഴ്സൺ നെസൽബാക്ക് ഇക്വേഷൻ എഴുതാം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെൻഡേഴ്സൺ നെസൽബാക്ക് ഇക്വേഷൻ എന്താണ് pH = pKa പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആസിഡ് കോൺസെൻട്രേഷൻ ആണല്ലോ. ഇവിടെ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് വന്നിരിക്കുന്നത് 0.1 മോളാർ അല്ലേ. അതുപോലെ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത് എത്രയാണ് 0.2 മോളാർ അല്ലേ. ആണല്ലോ. ഇവിടെ pKa വന്നിരിക്കുന്നത് എന്താണ് 7.21 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. pH = 7.21 പ്ലസ് ലോഗ് 0.1 ഡിവൈഡഡ് ബൈ 0.2. ഓക്കെ, ക്ലിയർ അല്ലേ. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7.21 മൈനസ് 0.3 വരും. pHൻ്റെ വാല്യൂ നമുക്ക് ഫൈനലായിട്ട് 6.9 കിട്ടും. അത് നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ബി ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് 298 Kelvin 0.1 mole of ammonium acetate and 0.14 mole of acetic acid are dissolved in 1 liter of water. The pH of resulting solution is. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബഫർ സൊല്യൂഷൻ ആണെന്ന് അറിയാലോ. അമോണിയം അസറ്റേറ്റും ഇവിടെ തന്നിട്ടുണ്ട്. അമോണിയം അസറ്റേറ്റും ആണ്, പിന്നെ അസിറ്റിക് ആസിഡ് ആണ്. അതായത് ഒന്ന് സോൾട്ടോ ആണ്, ഒന്ന് ആസിഡ് ആണ്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് 0.1 മോള് 1 ലിറ്ററിലുണ്ട്, അതുപോലെ 0.14 മോള് 1 ലിറ്ററിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോൺസെൻട്രേഷൻ ടേംസിലേക്ക് എഴുതാമല്ലോ. നമുക്ക് ആദ്യം ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എഴുതുകയാണെങ്കിൽ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ 0.14 മോൾ ഇൻ 1 ലിറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് 0.14 മോളാർന്ന് എഴുതാമല്ലോ. ഇനി സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ = 0.1 മോള് ഇൻ 1 ലിറ്റർ, അതായത് 0.1 മോളാർ ആണല്ലോ. pKയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4.75 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. pH = pKa പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആസിഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ pKയുടെ വാല്യൂ 4.75 പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ 0.1 ഡിവൈഡഡ് ബൈ 0.14 ആണ് നമ്മളുടെ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ pH ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കിത് 4.75 മൈനസ് 0.14 എന്ന് കിട്ടും ലോഗിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് pHൻ്റെ വാല്യൂ 4.61 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളത് ഓപ്ഷനായിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് വരിക. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 ലിറ്റർ ഓഫ് ബഫർ സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.004 മോൾ ഓഫ് അസറ്റിക് ആസിഡ് ഓഫ് pKa 4.76 and 0.4 മോൾ ഓഫ് സോഡിയം അസറ്റേറ്റ്. ദ pH ഓഫ് ദ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ 1 ലിറ്റർ ഓഫ് ബഫർ സൊല്യൂഷൻ തന്നെയാണ്. പിന്നെയുള്ള എന്താണ് 0.004 മോൾ ഓഫ് അസറ്റിക് ആസിഡ് ആണ്. അതിൻ്റെ pKa തന്നിട്ടുണ്ട് 4.76 ആണ്.
പിന്നെ ഉള്ളത് എന്താണ് 0.4 മോൾ ഓഫ് സോഡിയം അസറ്റേറ്റ് ആണ്, അതായത് നമ്മുടെ സോൾട്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പി എച്ച് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഇത് 2019 IIT ജാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ നമ്മളുടെ ബഫർ സൊല്യൂഷനിൽ 2 കമ്പോണൻ്റ് ആണുള്ളത്, ഒന്ന് ആസിഡ് കമ്പോണൻറ്റും ഒന്ന് നമ്മളുടെ സോൾട്ട് കമ്പോണൻറ്റും. ഇവിടുത്തെ ആസിഡ് കമ്പോണൻ്റ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. അതുപോലെ ഇവിടുത്തെ സോൾട്ട് കമ്പോണൻറ്റ് സോഡിയം അസറ്റേറ്റ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ആസിഡിൻ്റെ കോൺസെൻട്രേഷനിൽ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 0.004 ആണുള്ളത്. അത് 1 ലിറ്ററിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് വരും? 4 × 10⁻³ മോളാർ എന്ന് വരും. അതുപോലെ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് വരും? സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ 0.4 മോൾസ് ഇൻ 1 ലിറ്റർ ആണ്, അതായത് 4 × 10⁻⁻1 മോളാർ എന്ന് എഴുതാലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? PK അല്ലേ? PK എന്താണ്? 4.76 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ഇതാണ്: PH = pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ആണല്ലോ. അപ്പോൾ നമ്മളുടെ PK എന്താണ്? 4.76 ആണ്. പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് എന്താണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ 4 × 10⁻⁻1 ആണ്, ഡിവൈഡഡ് ബൈ 4 × 10⁻³ അല്ലേ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇത് നമ്മൾ ഫർദർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.76 പ്ലസ് ലോഗ്, ഇവിടെ വെട്ടിപ്പോവുമല്ലോ, 4 വെട്ടി, പിന്നെ 10⁻³ മുകളിൽ പോകുമ്പോൾ ലോഗ് 10⁻² വരുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ വരും? 4.76 പ്ലസ് 2 ലോഗ് 10 വരുമല്ലോ. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് PHൻ്റെ വാല്യൂ എന്ത് കിട്ടും? 6.76 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്ഷനായിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 1 liter solution is prepared by dissolving 2 grams of benzoic acid and 4 grams of sodium benzoate in water. The pH of the resulting solution is. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ബഫർ സൊല്യൂഷൻ്റെ PH ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ടോട്ടലായിട്ട് 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 grams ഓഫ് ബെൻസോയിക് ആസിഡ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4 grams ഓഫ് സോഡിയം ബെൻസോയേറ്റ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ തന്നിരിക്കുന്ന ഡാറ്റാസിൽ ബെൻസോയിക് ആസിഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ സോഡിയം ബെൻസോയേറ്റിൻ്റെ മോളിക്കുലർ വെയിറ്റ് തന്നിട്ടുണ്ട്. PKa ഓഫ് ബെൻസോയിക് ആസിഡ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റയും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് PH ഓഫ് ദ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ബെൻസോയിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്, അതുപോലെ സോഡിയം ബെൻസോയേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. സോ ആദ്യം നമുക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആസിഡിൻ്റെ കോൺസെൻട്രേഷനിൽ തന്നിരിക്കുന്ന ഡാറ്റയിൽ എന്തൊക്കെയാണുള്ളത്? ആസിഡ് എത്ര ഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്? 2 grams യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മോളാർ മാസ് 122 gram per mol ആണ് തന്നിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ആയിട്ട് 0.016 മോളാർ എന്ന് കിട്ടും. അത് മോളാറായിട്ട് കൺവേർട്ട് ചെയ്യാൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 1 ഉണ്ടാവും. അതിൻ്റെ സെയിം വാല്യൂ തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് മൊളാരിറ്റിയും കിട്ടുക. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 144 gram per mol അല്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ആയിട്ട് 0.027 മോളാർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ കിട്ടി. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? PH = pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ആണല്ലോ. നമ്മളിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ PKയുടെ വാല്യൂ എത്രയാണ്? 4.2 ആണ്. പ്ലസ് ലോഗ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.027 ആണ്. അതുപോലെ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിയിരിക്കുന്നത് 0.16 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് നമ്മുടെ PHൻ്റെ വാല്യൂ കിട്ടുന്നത്
4 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളത് ഓപ്ഷൻസ് ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.